ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടൊരു സന്തോഷ വിവരം പങ്കുവെക്കാനാണ് രാവിലെ നിങ്ങളെ വിളിച്ചത്. 2025 വർഷം കേരളമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം സഞ്ചാരികൾ, കേരളത്തിൻ്റെ പുറത്തുള്ള സഞ്ചാരികൾ കേരളത്തിലേക്ക് വന്ന വർഷമാണ്. അത് വലിയ ആവേശവും ഇൻസ്പിരേഷനും കേരള ടൂറിസത്തിന് ഭാവിയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നൽകുന്നതാണ്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. തൊട്ട വീട്ടിലെ തന്നെ ഒരു മുറിയിൽ പോകണമെങ്കിൽ പ്രോട്ടോക്കോളുള്ളൊരു കാലമായിരുന്നു. നമ്മളാരും മറന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു കാലം ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു. ലോകത്താകെ ടൂറിസം മേഖല പ്രതിസന്ധിയിലായിരുന്നു. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിഞ്ഞ് ഒരിക്കലും തുറക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് സർക്കാർ ടൂറിസം മേഖലയുടെ ഈ പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരുമായി ചർച്ച ചെയ്തു. ആ മേഖലയിലെ എല്ലാവരുമായി ഓൺലൈൻ വഴി ചർച്ച സംഘടിപ്പിച്ചു. ആ ചർച്ചയിലൂടെ ഒരു പ്ലാൻ തയ്യാറാക്കി ഓരോ ഘട്ടങ്ങളിലും എങ്ങനെ അതിനെ മുറിച്ചു കടക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. കോവിഡിൻ്റെ പ്രതിസന്ധിയുടെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എങ്ങനെ ടൂറിസം മേഖല ചലിക്കണം എന്ന കൃത്യമായ ധാരണയുണ്ടായി. ആ ധാരണയാണ് പിന്നീട് ടൂറിസം മേഖലയിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായത്. കേരളം വിവിധ മേഖലകളിൽ ഇതിൻ്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചു. കേരളത്തിൻ്റെ അനന്ത സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത നില സ്വീകരിച്ചു. സാങ്കേതിക വിദ്യയെ നല്ല നിലയിൽ ഉപയോഗിച്ചു. ഇതെല്ലാം ചേർന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞ ആതിഥേയ മര്യാദ ഉൾപ്പെടെ, ജനങ്ങളുടെ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ഒരു ടൂറിസം ഉൽപ്പന്നമായി മാറിയതോടുകൂടി വലിയ നിലയിലേക്കുള്ള പങ്കാളിത്തം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന സ്ഥിതിയുണ്ടായി. ഞാൻ അതിൻ്റെ ഒരു കണക്കൊന്ന് പുറത്തേക്ക് പറയാം. 2023 റെക്കോർഡ് തകർത്ത ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു 2025 വർഷം ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും. ഏറ്റവും വലിയ നമ്പർ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും. 2025 കണക്ക് അനുസരിച്ച് 2,58,80,365 സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തുനിന്നും കേരളത്തിലെത്തി. 2.5 കോടിയിലധികം സഞ്ചാരികൾ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറാണ്. ഇതിൽ 2024 ഒറ്റ വർഷം കൊണ്ട് 28,95,002 സഞ്ചാരികൾ വർദ്ധിച്ചു. അതായത് ഏറെക്കുറെ 29 ലക്ഷം സഞ്ചാരികളാണ് 2024 വന്നതിനേക്കാൾ അധികം കേരളത്തിന് പുറത്തു നിന്നും 2025 വന്നത്. 2024 2,29,85,363 ആയിരുന്നു. അതിപ്പോൾ 2025 കണക്ക് പ്രകാരം 2,58,80,365. അതാണ് 28,95,002 സഞ്ചാരികൾ വർദ്ധിക്കുന്നതിന് കാരണം കണക്ക്. ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. 2025 ആഭ്യന്തര സഞ്ചാരികളുടെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ 12.64% വർധനവുണ്ടായി. കോവിഡിന് മുമ്പുള്ള വലിയ നമ്പറിനേക്കാൾ 36.3% വർധനമാണ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇടുക്കി ജില്ല ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ ഏറ്റവും മുന്നിലാണ്. ഇടുക്കി ജില്ലയിൽ മാത്രം 46,79,800 ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളതാണ് കണക്ക്. പിന്നെ എറണാകുളമാണ്. എറണാകുളം 44,29,899 പിന്നെ തിരുവനന്തപുരമാണ് 43,75,846.
പിന്നെ തൃശ്ശൂരാണ് 31,24,696. പിന്നെ വയനാടും കോഴിക്കോടുമാണ്. അപ്പോൾ ഇതിൽ സന്തോഷകരമായ ഒരു കാര്യം, ഈ ഗവൺമെൻറ് വന്ന സമയത്ത് ഞങ്ങളൊരു പൊതു പഠനം നടത്തി, കണക്ക് വെച്ചൊരു പഠനം നടത്തി. കണക്ക് വെച്ച് നടത്തിയ ഒരു പഠനത്തിൽ മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം എടുത്തു പരിശോധിച്ചു. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ വെറും 6% മാത്രമാണ്. അതായത് 100 പേർ വന്നാൽ അതിൽ 6 പേർ മാത്രമാണ് ഈ ജില്ലകളിലേക്ക് വരുന്നത്. ഈ ജില്ലകളിൽ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ലാഞ്ഞിട്ടല്ല, ഈ ജില്ലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട്, ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ആൾ വരാത്തത്. അതിൻ്റെ പല വിഷയങ്ങളുണ്ട്. ഒന്ന് ഹോസ്പിറ്റാലിറ്റി, ഒന്ന് നമ്മുടെ ആക്സസിബിലിറ്റിയൊക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി, താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂമെടുത്തു. അതിൽ വലിയൊരു ശതമാനവും സഞ്ചാരികളാണ്. ചെറിയ തുകക്ക് നല്ല റൂം ലഭ്യമാകുന്ന സ്ഥിതി വന്നു.